ട്രേഡിംഗ് ഒരുപാട് പേർക്ക് ഒരു ചെറിയ ഡൗട്ടുള്ള ഒരു സംഭവമാണ് ട്രേഡിംഗ്. ഇറ്റ്സ് എ ഗാംബ്ലിംഗ്. അത് ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷെ ചില പ്രൊഫഷണൽ ആയ ആൾക്കാരുണ്ട്, എന്നെ പോലെ പ്രൊഫഷണൽ ആയ ആൾക്കാരെ. അപ്പോ അവര് ട്രേഡിനെ സമീപിക്കുന്നത് ഇറ്റ്സ് എ ബിസിനസ്. ബിസിനസ്സിൽ പ്രോഫിറ്റും ഉണ്ടായിരിക്കും, ലോസും ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ എന്റെ വൈഫിനെ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ ഫണ്ടിങ് സെക്ഷനാണ്. എനിക്ക് ട്രേഡിംഗ് അറിയില്ല. അത് നോക്കുമ്പോൾ എനിക്ക് തകർക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ എന്റെ വൈഫിനോട് തന്നെ എക്സ്പീരിയൻസ് ചോദിച്ചാളയാ. നിങ്ങൾക്ക് ഉപകാരമുള്ള പരിപാടിൻ്റെ ഇപ്പൊ നാട്ടിൽ പണിയില്ലാതെ വന്ന് നിൽക്കുകയാണ്. ഞാനും എന്റെ വൈഫും ദുബായിൽ നിന്ന് ജോലി നിർത്തിയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു വാഹനത്തിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് സെറ്റപ്പ് ആണ്. വൈഫിനോട് തന്നെ ചോദിക്കണം, എന്റെ വൈഫേ 2 വർഷത്തിനടുത്തായി ഞാൻ നിന്നെ ട്രേഡിംഗ് പഠിപ്പിക്കുന്നു. ഈ 2 വർഷമായിട്ട് 3 സ്ഥാപനങ്ങളിൽ നീ ട്രേഡ് പഠിക്കുന്നു. എന്താണ് എക്സ്പീരിയൻസ്? 3 സ്ഥലങ്ങളിൽ ഞാൻ ട്രേഡിംഗ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ തിയറി ഒക്കെ മനസ്സിലായെങ്കിലും പ്രോപ്പറായിട്ട് എൻട്രി എടുക്കാനും ഈ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന്റെ കീഴിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ട്രേഡ് പഠിച്ചു പോകുന്നുണ്ട്. ഇതിലൂടെ എനിക്ക് പ്രൈസ് ആക്ഷൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മാർക്കറ്റ് സ്ട്രക്ചർ, കോൺഫിഡന്റ് ആയിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ആവണം എന്ന രീതിയിൽ ഇപ്പൊ പഠിച്ചു പോകുന്നുണ്ട്. പണ്ട് ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കുന്നതിന് പകരം ഇപ്പോ കറക്റ്റ് സെറ്റപ്പ് നോക്കി കൺഫർമേഷൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് തുടങ്ങി. സ്റ്റിൽ ഇപ്പോൾ ലേണിംഗിൽ തന്നെയാണ്. ഫണ്ടമെന്റൽ ആയിട്ടും ടെക്നിക്കൽ ആയിട്ടും എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു ടീച്ചിങ് ആണ് ഇപ്പൊ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കോൺഫിഡന്റ് ഉണ്ട്. ഇപ്പൊ പുതിയ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചപ്പോ ഇപ്പോൾ മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഗ്രോത്ത് ഉണ്ട്. യെസ്, ഐ ഡു ഫീൽ ദ സെയിം. ഞാൻ കാശ് കളഞ്ഞിട്ട് ആണ് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യം ഞാൻ പഠിപ്പിച്ച ഒരു പ്രമുഖനായ ട്രേഡറെ അടുത്ത് വിട്ടിട്ട് പൈസ പോയി. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഇല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റിപ്ലൈ ഇല്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇല്ല. വേണ്ടോ വെച്ചു, പൈസ പോട്ടെ. രണ്ടാമത്തെ ആളുടെ അടുത്ത് ചേർത്തു. സെയിം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് ഇല്ല. നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഇത് വലിയ ഐഡിയ ഇല്ലാത്ത സമയത്ത് ഇത് പഠിക്കാറങ്ങണത്. പലരും ഈ കുറെ കാശ് ഉണ്ടാക്കാൻ ഓടി വരുന്ന സ്ഥലമല്ലത്. മനസ്സിലായോ? കുറെ കാശ് ഉണ്ടാക്കണം. എല്ലാവരും ഒരു തോട്ടല്ല കുറെ കാശ് ഉണ്ടാക്കണം എന്നുള്ളത്. കുറെ കാശ് ഉണ്ടാക്കലല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. എന്തിനാ? ട്രേഡിങ്ങിന്. എനിക്ക് വേണ്ട പൈസ ഉണ്ടാക്കാൻ നിർത്തുക. ഇതാണ് എന്റെ ഒരു ലൈൻ. അപ്പൊ 3 മാസത്തെ ക്ലാസ് ആണ് ഞാൻ ഇപ്പൊ ഇവൾക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അല്ലെ. 3 മാസത്തെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾ നോക്കി കണ്ടോളോ. ഞാൻ ആദ്യം പറയും, പിന്നെ ചെയ്ത് കാണിക്കും. എന്റെ ഫാമിലി വരാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ് എന്താന്നുള്ളത് നിങ്ങൾ കണ്ടോളോ. സൈലൻസ് മൈ ബോയ്. ദുബായ് ബേസ്ഡ് രജിസ്റ്റേർഡ് കമ്പനിയുമായിട്ടാണ് ഞാൻ അലയൻസ് ചെയ്തിട്ടുള്ളത്. എന്റെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാം. പറയുന്ന ഓരോ കാര്യത്തിനും ക്ലിയർ ആയിട്ടുള്ള പ്രോസ്പെക്റ്റീവ് ഉണ്ട്. ഇഫ് ഇൻട്രസ്റ്റഡ് ജസ്റ്റ് മെസ്സേജ് മീ, ഐ വിൽ റിപ്ലൈ യു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.